വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അവിടെ ഇപ്പോൾ നടക്കുന്നത് ഈ മദർഷിപ്പിൽ നിന്ന് കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് ഇറക്കുന്ന പ്രക്രിയയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിജയകുമാർ, എനിക്കൊന്ന് 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുമെന്ന് പറഞ്ഞിരുന്നത്. ആ കണ്ടെയ്നറുകൾ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഇറക്കി തുടങ്ങിയിരുന്നു നേരത്തെ. ഇപ്പോൾ ആ പ്രക്രിയ തുടർന്നുകൊണ്ട് പോവുകയാണോ? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം? ഗോപി, ഈ കണ്ടെയ്നറുകൾ ഇന്ന് രാവിലെ ഇവിടെ ബർത്ത് ചെയ്ത ഈ കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ ഇവിടെ പോർട്ടിലേക്ക് ഇറക്കി വെക്കുന്ന ജോലി തുടരുകയാണ്. നേരത്തെ ഈ ക്രെയിനുകൾ, ഈ ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ, അതിൻ്റെ പ്രവർത്തനക്ഷമത ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിരുന്നു. അതിനുശേഷം ആ ക്രെയിനുകൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ ഇറക്കിയിരിക്കുന്നത്. നമ്മൾ രാവിലെ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ ഒരു ഭാഗം ഇവിടെ പോർട്ടിന്റെ ബർത്ത് പ്ലേസിൽ നിന്ന് മാറ്റി ഇവിടേക്ക് ഇപ്പോൾ നീക്കിയിട്ടുണ്ട്. ആ കണ്ടെയ്നറുകളാണ് ഇപ്പോൾ അവിടെ ഒരു ഭാഗത്തുള്ളത്. നാളെ ഈ ചടങ്ങുകൾക്ക് ശേഷം, അതായത് നാളെ ഈ ട്രയൽ റൺ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക ചടങ്ങ്, മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന ആ ചടങ്ങിന് ശേഷം ഈ മറ്റു കപ്പലുകൾ, ചെറിയ കപ്പലുകൾ ഇവിടേക്ക് എത്തുകയും ഈ കണ്ടെയ്നറുകൾ അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക്, മറ്റു തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് ഇനിയുള്ള ഒരു പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വലിയ ഒരു മദർഷിപ്പിന് ഇവിടേക്ക് എത്താം എന്ന് പ്രൂവ് ചെയ്യുന്ന രാവിലെ അതാണ് ഏറ്റവും ക്രൂഷ്യലായിരുന്ന ഒരു 1.5 മണിക്കൂറായിരുന്നു അത്. പുറംകടലിൽ നിന്ന് ടഗുകളുടെ സഹായത്തോടെ ഈ ഭീമൻ മദർഷിപ്പ് തുറമുഖത്തേക്ക് എത്തിക്കുക, അത് വിജയകരമായി പൂർത്തിയാക്കി. യാതൊരു സാങ്കേതിക ബുദ്ധിമുട്ടുമില്ലാതെ, ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയുമില്ലാതെ, നമ്മൾ നേരത്തെ എന്താണോ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അവകാശപ്പെട്ടത് അത് 100% ശരിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ സുഗമമായി തന്നെ ആ വലിയ കപ്പലിന് തുറമുഖത്തേക്ക് എത്താൻ കഴിഞ്ഞു. ഏതാണ്ട് 400 മീറ്റർ നീളമുള്ള ബർത്ത് പ്ലേസിൽ നിറഞ്ഞു നിൽക്കാൻ, അല്ലെങ്കിൽ അവിടേക്ക് വളരെ സുഗമമായി ടഗുകൾക്ക് ഈ കപ്പലിനെ, ഈ വലിയ മദർഷിപ്പിനെ കൊണ്ടുവന്ന് അവിടെ നിർത്താൻ കഴിഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഒരു 9:45 കൂടി അതിൻ്റെ ബർത്തിങ് എന്ന് നമ്മൾ പറയുന്ന, സാങ്കേതിക അർത്ഥത്തിൽ പറയുന്ന അതിൻ്റെ നങ്കൂരമിടൽ കഴിയുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഒരു 1.5 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ക്രെയിനുകൾ ഉപയോഗിച്ച് ഈ കപ്പലിൽ നിന്ന് ഇവിടേക്ക് കണ്ടെയ്നറുകൾ ഇറക്കി വെച്ചത്. അത് ആ ജോലിയിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ തടസ്സമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ എന്ന നിലയിൽ പ്രവർത്തന സജ്ജമായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയും. ശരി വിജയകുമാർ, ഏതായാലും ഇന്ത്യയിലെ മറ്റൊരു തുറമുഖത്തിനും അവകാശപ്പെടാൻ ഇല്ലാത്ത അത്രയും ശേഷിയുള്ള 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കണ്ടെയ്നറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വിജയകുമാർ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് ട്രയൽ റണ്ണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ നടക്കാനിരിക്കുന്നു. മദർഷിപ്പ് വന്നു, അതിൻ്റെയൊക്കെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും കേരളം ഒന്നാകെ നിൽക്കുമ്പോഴും വിവാദങ്ങൾ നിഴൽ പരത്തുന്നുണ്ടല്ലോ ഈ സംഭവങ്ങളിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തുറമുഖത്തിന് നാമകരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പേരിലായിരിക്കണം ഈ തുറമുഖം ഉണ്ടാകേണ്ടത് എന്ന്. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല, അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത്. അതുകൊണ്ട് ഈ തുറമുഖത്തിൻ്റെ പൂർത്തീകരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി സർക്കാർ ഏകപക്ഷീയമായി ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. ഈ വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ശോഭയെ കെടുത്തുന്നുണ്ടോ? മാത്രമല്ല, ലത്തീൻ സഭ ഒരുപക്ഷെ നാളത്തെ ഔദ്യോഗികമായ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നേക്കുമെന്നൊക്കെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിൻ്റെ വിവരങ്ങൾ ലഭ്യമാണോ? ഗോപി, വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ പറ്റി നമ്മൾ ഏതാണ്ട് പതിറ്റാണ്ടുകളായി കേരളത്തിൽ എത്രയോ ചർച്ചകൾ നടക്കുന്നുണ്ട്, എത്രയോ രാഷ്ട്രീയ സംവാദങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഇതൊരു രാഷ്ട്രീയ വിവാദ വിഷയം കൂടി തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ പദ്ധതി അതിൻ്റെ ഒരു പ്രധാന ഘട്ടം പിന്നിടുമ്പോൾ ആരാണ് ഈ പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവന്നത്, ആരുടെ കാലത്താണ് ഇത് സാധ്യമാകുന്നത്, അത്തരം അവകാശവാദങ്ങളിന്മേലുള്ള ചർച്ചകളും തുടരുകയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് ഈ പദ്ധതിക്ക് നിർദ്ദേശിക്കണമെന്ന് പ്രതിപക്ഷം നേതാക്കൾ ആകെ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹമാണ് ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ കഠിനാധ്വാനം ചെയ്തത് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ വാദം. എന്നാൽ ആ ഘട്ടത്തിലും തടസ്സങ്ങളുണ്ടായിരുന്നു. തടസ്സങ്ങൾ മുഴുവൻ നീക്കി വിജയവഴിയിൽ പദ്ധതിയെ എത്തിച്ചത് പിണറായി വിജയൻ സർക്കാരാണ്. വിജയവഴിയിൽ വിഴിഞ്ഞം എന്നാണ് നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഫ്ലെക്സുകളിൽ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമുള്ള ഫ്ലെക്സുകളിൽ വിജയവഴിയിൽ വിഴിഞ്ഞം എന്ന് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ പദ്ധതി ഈ സർക്കാരിന് അവകാശപ്പെട്ടത് എന്നതാണ് ഇടതുമുന്നണി
അതിലൊരു ക്ലെയിമായി മുന്നോട്ട് വയ്ക്കുന്നത്. അത് എക്കാലത്തും ഈ വിഴിഞ്ഞം പദ്ധതിയുടെ അവകാശവാദം, അതിൻ്റെ അവകാശവാദങ്ങളെ ചൊല്ലി വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഏലിയാസ് സാറ് നമ്മളുടെ സ്റ്റുഡിയോയിൽ അല്പസമയം മുമ്പ് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തൊട്ട് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏലിയാസ് സാറൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഇടപെടൽ അന്ന് നമ്മൾ വായിച്ചും അത് ചർച്ചകളിൽ കണ്ടും കേട്ടുമൊക്കെയാണ് നമ്മളുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അപ്പോൾ ആ ഘട്ടം മുതൽ അന്ന് ആരും കാര്യമായ അവകാശവാദം ഉന്നയിക്കാതിരുന്ന ഘട്ടത്തിലും ഈ പദ്ധതിക്ക് വേണ്ടി മാധ്യമപ്രവർത്തനം നടത്തിയ ഏലിയാസ് സാർ അവിടെയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ കേൾക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഈ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഈ ഘട്ടത്തിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ നാളത്തെ പരിപാടിയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളെ നാളത്തെ പരിപാടിയിലേക്ക് വിളിച്ചിട്ടില്ല. അതിന് സർക്കാർ നൽകുന്ന വിശദീകരണം, ഈ പദ്ധതി കമ്മീഷൻ ചെയ്യുന്നത് ഒരു വലിയ ഇവൻ്റായി സർക്കാർ കൊണ്ടുവരും. അതൊരു ഒരു പക്ഷേ ഈ ഓണക്കാലത്തൊക്കെ ഉണ്ടാകുമായിരിക്കും. ഒരു വലിയ ആഘോഷമായി അതിൻ്റെ കമ്മീഷനിങ് നടപ്പാക്കും. ആ സമയത്താണ് എല്ലാവരെയും വിളിക്കുന്നത് എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. പക്ഷേ ഈ ചടങ്ങ് എന്ത് പറഞ്ഞാലും ഇതൊരു നാഴികക്കല്ലാണ്. കാരണം ഒരു വലിയ കപ്പലിന് ഈ തുറമുഖത്ത് എത്താൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ച ദിവസമാണ്. അത് തെളിയിക്കുന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കുകയാണ്. അതും ഒരു ഇവന്റ് തന്നെയാണ് അക്കാര്യത്തിൽ. പക്ഷേ ആ ദിവസം കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച് സർബാനന്ദ് സോനോവാൾ, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രിയും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രിയും പിന്നെ ഈ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും അത്തരം ജനപ്രതിനിധികളും ഒക്കെയാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ സാർവത്രികമായി എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിയായിട്ടല്ല നടത്തുന്നതെന്നാണ് സർക്കാർ അതിന് നൽകുന്ന വിശദീകരണം. പക്ഷേ പ്രതിപക്ഷം അത് അംഗീകരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാക്കളെ ഇതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ സ്ഥലം MLA അടക്കമുള്ളവർ, എം വിൻസെന്റ് അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുമെന്നാണ് ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ. അദ്ദേഹം ഈ സ്വാഗത സംഘത്തിൻ്റെയൊക്കെ ചുമതലയുള്ള ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹം അതിൽ പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. ശശി തരൂർ ഇതിൽ പങ്കെടുക്കില്ല. ഈ പുനരധിവാസവും ഒക്കെയായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില തർക്കങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം അതിൽ പങ്കെടുക്കില്ല. പക്ഷേ പദ്ധതിക്കെതിരല്ല, ഞാൻ അതിൽ പങ്കെടുക്കാൻ ഇപ്പോഴത്തെ നിലയിൽ തിരുവനന്തപുരം MP എന്ന നിലയിൽ താൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും, സഹകരണം ഉണ്ടാകും, പിന്തുണ ഉണ്ടാകും. പക്ഷേ ചടങ്ങിൽ പങ്കെടുക്കില്ല. കാരണം പുനരധിവാസം അടക്കം മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളിൽ തീരുമാനമാകാത്തത് കൊണ്ടാണ് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ്